ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ വ്യൂവേഴ്സിനും എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്ന ഡ്രൈവിംഗ് ട്രിക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ ഒരുപാട് ഗുണം ചെയ്യുന്ന ചില ടിപ്സുകളാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമെന്ന് പറയുന്നത് കാർ ഡ്രൈവിങ്ങിൽ ഒരു ബിഗിനറിനെ സംബന്ധിച്ച് തുടക്കത്തിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് സ്റ്റിയറിംഗ് ബാലൻസും ഗിയർ ഷിഫ്റ്റിങ്ങും. ഇത് രണ്ടും കൃത്യതയോടെ പല ആൾക്കാർക്കും ചെയ്യാൻ കഴിയാതെ വരുന്നുണ്ട്. ഇത് ലൈസൻസ് എടുത്തതിന് ശേഷം പ്രോപ്പറായിട്ട് സ്റ്റിയറിംഗ് ബാലൻസോ ഗിയർ ഷിഫ്റ്റിങ്ങോ പല ആൾക്കാർക്കും കിട്ടാതെയും വരുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഏറ്റവും നന്നായിട്ട് ബാലൻസ് ചെയ്തെടുക്കാനായിട്ടുള്ള ചില ടെക്നിക്കുകളും ട്രിക്കുകളുമാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ നിങ്ങൾ പതിവ് പോലെ തന്നെ മുഴുവനായിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഇപ്പോൾ നമ്മുടെ ഈ വാഹനത്തിൻ്റെ ഉള്ളിൽ ലൈറ്റിൻ്റെ കുറവുണ്ട്. കാരണം ഇപ്പോൾ വെളിയിൽ മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്തിട്ട് ആകാശമൊക്കെ ഇരുണ്ടുകൂടി നിൽക്കുന്ന ഒരു ടൈമാണ്. അതുകൊണ്ട് വെട്ടത്തിൻ്റെ ഒരു പോരായ്മ ഉണ്ടാകും. നിങ്ങളത് മൈൻഡ് ചെയ്യാതെ ഇന്നത്തെ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. നിങ്ങൾക്ക് ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഇതുവരെ നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ കേട്ടിട്ടുണ്ടാവും, പക്ഷെങ്കിൽ മനസ്സിലാക്കാത്ത ചില കാര്യങ്ങൾ മുതൽ ആദ്യം പറഞ്ഞു കൊടുക്കാം. അതായത് സ്റ്റിയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റിയറിംഗ് ലോക്കിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സ്റ്റിയറിംഗ് ലോക്ക് എന്നത് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഞാൻ എൻ്റെ വണ്ടിയിൽ താക്കോൽ ഈ ഒരു ഭാഗത്ത് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കേ, താക്കോൽ ഈ ഒരു ഭാഗത്ത് ഇട്ടിട്ടുണ്ട്. പക്ഷെങ്കിൽ താക്കോൽ ഓൺ അല്ല. ഈ ഒരു സമയത്ത് എനിക്ക് സ്റ്റിയറിംഗ് ഇതേ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കുന്ന സമയത്ത് നല്ല കട്ടിയുണ്ട്. കാരണം വണ്ടി സ്റ്റാർട്ടിങ്ങിലല്ലാത്തത് കൊണ്ട് സ്റ്റിയറിംഗ് തിരിക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഞാൻ റൈറ്റ് സൈഡിലേക്ക് തിരിക്കുകയാണ്, എനിക്ക് തിരിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ സ്റ്റിയറിംഗ് ലോക്ക് എങ്ങനെയാണ് ആകുന്നത്? സ്റ്റിയറിംഗ് ലോക്ക് ആകാനായിട്ട് നമ്മൾ ഈ താക്കോൽ പൂർണ്ണമായിട്ട് അതിനകത്ത് ഇട്ടേക്കുന്നു. കീ പൂർണ്ണമായിട്ട് ഓഫ് ചെയ്തിട്ട് താക്കോൽ നമ്മൾ എപ്പോൾ ഈ ഒരു കീ ഹോളിൽ നിന്ന് ഊരുന്ന സമയത്ത് ജസ്റ്റ് ഞാൻ സ്റ്റിയറിംഗ് ഇതേ ലെഫ്റ്റ് റൈറ്റ് പിടിച്ച സമയത്ത് നിങ്ങൾ നോക്കുക, എൻ്റെ സ്റ്റിയറിംഗ് ലോക്കായിരിക്കുന്നു. കണ്ടോ? അപ്പോൾ ഞാൻ എപ്പോഴും ഈ താക്കോൽ കീ ഹോളിൽ നിന്ന് ഊരിയെടുക്കുന്നു, ആ ടൈമിൽ നമ്മളുടെ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് ലോക്കാവും. ഇനി അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യം പറയാം. ചില ആൾക്കാർ വണ്ടി ന്യൂട്രൽ അടിച്ച് പെട്രോൾ ലാഭിക്കാനായിട്ട് വണ്ടിയുടെ താക്കോൽ പൂർണ്ണമായിട്ട് ഓഫ് ചെയ്തിട്ട് അപ്പോൾ നമ്മളോട് വണ്ടിയുടെ എഞ്ചിൻ ഓഫ് ആകുമല്ലോ. ഓഫ് ആകുന്ന സമയത്ത് സ്റ്റിയറിംഗ് നമ്മൾ കൺട്രോൾ ചെയ്ത് വണ്ടി ഇറക്കത്തൊക്കെ ഓടിച്ചു പോകുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, നമ്മളുടെ വാഹനത്തിന് ബ്രേക്ക് കിട്ടാതെ വരും. രണ്ട്, സംഭവിക്കുന്ന ഒരു കാര്യം, നമ്മളുടെ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് ഒരു പക്ഷെങ്കിൽ ലോക്കാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ ഈ ഒരു രീതി വെച്ച് ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഈ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് സ്റ്റിയറിംഗ് ലോക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിനി സ്റ്റിയറിംഗ് ലോക്ക് എങ്ങനെ അഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരും. ബിഗിനേഴ്സിന് അത് എത്ര ശ്രമിച്ചാലും തുടക്കത്തിൽ അത് മനസ്സിലാകത്തില്ല. അപ്പോൾ അതിന് ചെയ്യേണ്ടത്, നിങ്ങൾ കീ ഹോളിലേക്ക് ഇത്തരത്തിൽ താക്കോലിടുക. ഇപ്പോൾ ഞാൻ താക്കോലിട്ട് എന്ന് കരുതി നമുക്ക് സ്റ്റിയറിംഗ് ലോക്ക് അഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ സ്റ്റിയറിംഗ് ലോക്ക് ആയ സമയത്ത് നിങ്ങൾ നോക്കുക, സ്റ്റിയറിംഗ് എനിക്ക് ഈ ഒരു പരിധിക്ക് അപ്പുറം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഇടത്തെ കൈ കൊണ്ട് സ്റ്റിയറിംഗ് ഇത് ഇങ്ങനെ മുന്നോട്ടും പിന്നോട്ടുമായിട്ട് ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് നമ്മൾ പതുക്കെ കീ ഇങ്ങനെ മുന്നോട്ട് തിരിച്ചെങ്കിൽ മാത്രമേ ആ കീ ഹോൾ നമുക്ക് മുന്നോട്ട് ഓപ്പൺ ആയിട്ട് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഞാനിവിടെ കീയെ പിടിച്ചിട്ട് മുന്നോട്ട് തിരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ അത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ കീ നമ്മൾ ജസ്റ്റ് മുന്നോട്ടും പിന്നോട്ടും ആക്കുന്ന സമയത്ത് താക്കോൽ മുന്നോട്ടിടുക. ഇടുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ലോക്ക് അഴിഞ്ഞു കിട്ടും. ഇപ്പം നിങ്ങൾ നോക്കിക്കേ, ഈ ലോക്ക് നമുക്ക് പൂർണ്ണമായിട്ടും അഴിഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കണം നമുക്ക് സ്റ്റിയറിംഗ് ലോക്ക് അഴിക്കേണ്ടത്. നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ പൂർണ്ണമായിട്ട് ഓഫ് ചെയ്ത സമയത്ത് സ്റ്റിയറിംഗ് ലോക്കല്ല, താക്കോൽ ഊരി ലോക്കായി. കണ്ടോ? ഇനി വീണ്ടും ഞാൻ താക്കോൽ ഇടുന്നു, എന്നിട്ട് ഞാൻ സ്റ്റിയറിംഗ് മുന്നോട്ടും പിന്നോട്ടും തിരിക്കുകയാണ്. ഇപ്പോഴും ലോക്ക് മാറിയിട്ടില്ല. അതിനുശേഷം അതിനോടൊപ്പം തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, താക്കോൽ ഇങ്ങനെ തിരിച്ചു പിടിച്ചിട്ട് താക്കോൽ പതുക്കെ മുന്നോട്ട് ഓണാക്കിയപ്പോൾ നമ്മളുടെ വണ്ടിയുടെ സ്റ്റിയറിംഗ് ലോക്ക് പൂർണ്ണമായിട്ടും അഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബേസിക് കാര്യം നിങ്ങൾ ഓർക്കുക. ഇനി അതുപോലെ തന്നെ സ്റ്റിയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടെ പറയാം. അതായത് ചില വാഹനങ്ങളുടെ സ്റ്റിയറിംഗ് നമുക്ക് കുറച്ച് പ്ലേ ഉണ്ടാകും, അത് ഗിയർ ലിവറിലും ഉണ്ടാകും. അപ്പോൾ അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എൻ്റെ പഴയ മാരുതി 800 2000 മോഡൽ വണ്ടിയുണ്ട്. ആ വണ്ടിയിൽ സ്റ്റിയറിങ്ങിന് പ്ലേ ഉണ്ട്. അതായത് നമ്മളിങ്ങനെ സ്റ്റിയറിംഗ് തിരിച്ചു കഴിഞ്ഞ് ഇപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിങ്ങണമെങ്കിൽ ഇത്ര ഒരു ഭാഗം ചെറിയൊരു പ്ലേ ആയിരിക്കും. അപ്പോൾ ഇത്രയും ഭാഗം പ്ലേ ഉള്ളപ്പോൾ ഞാൻ ഒരു ശകലം ഇത്രയും വന്നിട്ട് വീണ്ടും തിരിച്ചാലേ
നമ്മളുടെ വണ്ടിയുടെ ടയർ സെൻറ്റർ ആണെങ്കിൽ അതനുസരിച്ച് ആ ഒരു പ്ലേയും കഴിഞ്ഞ് തിരിയത്തുള്ളൂ. ഇപ്പോൾ ഈ വണ്ടിയിലാണ് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ തിരിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ടയർ നേരെയാണെങ്കിൽ ഇത്രയും തിരിച്ചാൽ ഇത്രയും ടയർ തിരിയും, ഇത്രയും തിരിച്ചാൽ ഇത്രയും നേരെയാവും, ഇത്രയും തിരിച്ചാൽ ഇങ്ങോട്ട് റൈറ്റ് തിരിയും. പക്ഷേ ആ വണ്ടിക്കൊക്കെ ഒരു ജസ്റ്റ് ഒരു പ്ലേയും കഴിഞ്ഞിട്ട്, അതായത് അത്രയും ഭാഗം ഫ്രീ ആയിരിക്കും. ആ ഫ്രീ ആയിട്ടുള്ള പൊസിഷനും കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചാലേ നമ്മുടെ വണ്ടിയുടെ ടയർ തിരിയത്തുള്ളൂ. ഇതാണ് പ്ലേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ ഒരു വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ സ്റ്റിയറിംഗ് കൺട്രോൾ നമുക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്യാം, അതിന് 2 കാര്യങ്ങളാണ് നിങ്ങൾ പ്രധാനമായിട്ട് നിങ്ങളുടെ മൈൻഡിൽ ഓർത്തിരിക്കണം. അതിന് ഞാൻ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അതായത് ഒന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും മൈൻഡിൽ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു വളവ് കാണുമ്പോൾ വളവിൻ്റെ അടുത്ത് വന്ന് ഒത്തിരി സ്റ്റിയറിംഗ് തിരിക്കുക അല്ല ചെയ്യുന്നത് എന്ന് നിങ്ങൾ മൈൻഡിൽ ഓർത്ത് വെക്കുക. മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മളൊരു വളവ് കാണുന്ന സമയത്ത് എന്ത് ചെയ്യണം, ചെറുതായിട്ട് തിരിച്ചു തുടങ്ങണം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ചെറിയ വളവുകളാണെങ്കിൽ നിങ്ങൾ കൈ ഇത് ഈ ഒരു രീതിയിൽ പിടിക്കുക. ഈ ഒരു രീതിയിൽ പിടിച്ചിട്ട് ലെഫ്റ്റാണ് ഒരു വളവ് നമ്മൾ കാണുന്നതെങ്കിൽ, ചെറിയ വളവാണെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് പതിയെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ തിരിക്കുക. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡ് വളവ് തിരിഞ്ഞ് കിട്ടും. തിരിഞ്ഞ് കിട്ടിയിട്ട് നമുക്ക് വീണ്ടും നേരെയാക്കാനായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ പതുക്കെ ഇങ്ങനെ നേരെയാക്കി കൊടുക്കുക. ഇങ്ങനെ നേരെയാക്കി പോകുന്നു. നമ്മൾ ഇനി ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് റൈറ്റ് ഒരു വളവ് കാണും. അപ്പോൾ എന്ത് ചെയ്യണം, കൈ ഈ പൊസിഷനിൽ തന്നെ പിടിച്ചിട്ട്, മേളിലേക്ക് കയറാൻ പാടില്ല, ഈ പൊസിഷനിൽ തന്നെ പിടിച്ചിട്ട് റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ തിരിക്കുക. വളരെ സിമ്പിളായിട്ട്. എന്നിട്ട് വീണ്ടും നേരെയാക്കി കൊടുക്കുക. ഇനി നമുക്ക് നല്ല ടേണുകളാണ് നമുക്ക് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ എങ്കിൽ എന്ത് ചെയ്യണം, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത്, കൈ ഇങ്ങനെ പിടിച്ചിട്ട്, ഇപ്പോൾ ലെഫ്റ്റാണ് തിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇടത്തെ കൈ എടുത്ത് ഇങ്ങനെ പിടിച്ച് താഴോട്ട് വലിക്കുക. ഈ ഒരു മെത്തേഡ് അനുസരിച്ച് തിരിക്കുക. കണ്ടോ, ഇങ്ങനെ ഈ ഒരു മെത്തേഡ് അനുസരിച്ച് നല്ല വളവുകൾ ടേൺ എടുക്കുക. ഇപ്പോൾ റൈറ്റ് സൈഡിലേക്കാണെങ്കിലോ ഈ ഒരു മെത്തേഡ് അനുസരിച്ച് നിങ്ങൾ കൈ തിരിക്കാനായിട്ട്, കൈ പിടിച്ച് സ്റ്റിയറിംഗ് തിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നല്ല ടേണുകൾ എടുക്കാം. അപ്പം നമ്മൾ ചെറിയ വളവുകളിലും തിരുവള്ളിലും ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്നു. നല്ലൊരു വളവ് വരുമ്പോൾ ഈ ഒരു രീതി നമ്മൾ തിരിക്കുന്നു. അതിനുശേഷം വീണ്ടും വളവ് നേരെയാക്കുന്നു. കുറേ കൂടെ എക്സ്പേർട്ട് ആയതിനു ശേഷം പിന്നെ നമുക്കൊരു വളവൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ തിരിച്ചെടുക്കാനായിട്ട് കഴിയും. ഇങ്ങനെ കണ്ടോ. അപ്പോൾ ഈ ഒരു മെത്തേഡ് പലപ്പോഴും പല ആൾക്കാരും സജസ്റ്റ് ചെയ്യുന്നൊരു മെത്തേഡല്ല. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു മെത്തേഡൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് എന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടായാൽ നമ്മളുടെ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് വീലിൻ്റെ സെൻറ്റർ ഭാഗത്തും അതോടൊപ്പം തന്നെ കോ ഡ്രൈവർ സീറ്റിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെയാണ് എയർ ബാഗ് വരുന്നത്. അപ്പം എയർ ബാഗ് നമ്മൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്ന് നമ്മളിങ്ങനെ തിരിഞ്ഞു പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടി എങ്ങോട്ടെങ്കിലും ഇപ്പോൾ ഇടിക്കുകയൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എയർ ബാഗ് ഇങ്ങോട്ട് തള്ളി വരുന്ന സമയത്ത് നമ്മുടെ കൈ ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ കൃത്യമായിട്ട് ഈ എയർ ബാഗ് കൂട്ടി നമ്മളുടെ മുഖത്തടിക്കുകയും അത് വലിയ അപകടങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പല ആൾക്കാർ ഈ ഒരു മെത്തേഡ് സജസ്റ്റ് ചെയ്യാറില്ല. പക്ഷേങ്കിൽ നമുക്ക് സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്ത് ഈ ഒരു മെത്തേഡ് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. നിങ്ങൾ നോക്കുക, കണ്ടോ. അതുപോലെ തന്നെ സിംഗിൾ ഹാൻഡ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇപ്പം നിങ്ങൾ നോക്കുക, ഞാനിവിടെ ഇങ്ങനെ നേരെ പിടിക്കുന്നു, റൈറ്റ് പിടിക്കുന്ന സമയത്ത് ഇങ്ങനെ നമുക്ക് തിരിച്ചെടുക്കാം. തിരിച്ചെടുത്ത് നമ്മൾ ലോക്ക് ആകുന്ന സമയത്ത് നമ്മളുടെ കൈ ഈ ഒരു രീതി വരണം. വീണ്ടും നമുക്ക് ലെഫ്റ്റ് തിരിക്കാം. ഇങ്ങനെ വട്ടം കറക്കുന്നു. ലെഫ്റ്റ് പൂർണ്ണമായിട്ട് ഒടിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഇങ്ങനെ ലോക്ക് ചെയ്യാം. കണ്ടോ. ഇത് സിംഗിൾ ഹാൻഡ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നൊരു മെത്തേഡാണ്. അപ്പം ഈ മെത്തേഡൊക്കെ നമ്മൾ ഒരു ബിഗിനറായി വരണമെന്നുണ്ടെങ്കിൽ കുറേ അധികം നമുക്ക് ടൈം എടുക്കും. അതുകൊണ്ട് നിങ്ങൾ തുടക്കത്തിൽ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, ഇങ്ങനെ നല്ല വളവുകൾ വരുമ്പോൾ എടുത്തെടുത്ത് തിരിക്കുക, ചെറിയ വളവുകൾ വരുന്ന സമയത്ത് ഇങ്ങനെ തിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് ബാലൻസ് നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ടും ഒന്ന് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഓർക്കേണ്ട മെയിൻ പോയിന്റ്, മുന്നിലൊരു വളവ് കണ്ടു കഴിഞ്ഞാൽ ആ വളവിൻ്റെ അടുത്ത് ഒന്ന് ഒത്തിരി തിരിക്കുക എന്നുള്ളതല്ല, നമ്മൾ പോകുന്നതിന് അനുയോജ്യമായിട്ട് നമ്മൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ് ആകാനായിട്ടുള്ള ഒരു ട്രിക്ക് പറയാം. പരമാവധി നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ ഒരു 40 കിലോമീറ്ററിന് ആ ഒരു വേഗത ബാലൻസ് ചെയ്ത് ഓടിക്കുക. ഒരു 40-ന് മേളിലേക്ക് പോകാതിരിക്കുക. കാരണം ഒരു 40-ന് മേളിലേക്ക് പോകുമ്പോൾ വാഹനത്തിൻ്റെ സ്പീഡ് കൂടും. ആ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ഒരു ബിഗിനറിന് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യാൻ കഴിയത്തില്ല. കാരണം സ്പീഡ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് വേഗത്തിൽ സ്റ്റിയറിംഗ് ഇങ്ങനെ തിരിക്കേണ്ടി വരും, റൈറ്റിലേക്ക് നേരെയാക്കേണ്ടി വരും. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് നല്ല വളവുകൾ എടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് വരും. അതിനെന്ത് ചെയ്യണം, സ്പീഡ് കുറച്ച് ഓടിക്കുക. ഒരു 40 കിലോമീറ്റർ താഴെ വേഗത്തിൽ തുടക്കത്തിൽ വണ്ടി ഓടിച്ച് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സ്റ്റിയറിങ്ങിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഇനി മൈൻഡിലൊന്ന് ഓർത്ത് വെക്കുക. ഓർത്ത് വെച്ചിട്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്യുക. ഇനി ഗിയറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട ചില കാര്യം ഞാൻ പറയാം. ഓക്കെ, ഞാൻ അതിന് വണ്ടി ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യുകയാണ്. ഓക്കെ, ഓഫ് ചെയ്യുന്നു. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതായത് ഈ വാഹനത്തിൻ്റെ ഗിയർ എന്ന് പറയുന്നത് പ്ലേ എന്ന് പറയാൻ നമുക്കൊരു ചെറിയ പ്ലേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ പ്ലേ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഇപ്പം ന്യൂട്രലാണ് നമ്മുടെ വണ്ടി കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്ലേ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇത്രയും ഭാഗത്ത് ഒന്നുമില്ല. ഇതും കഴിഞ്ഞ് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇതും കഴിഞ്ഞ് ഇപ്പോൾ ന്യൂട്രലാണ് കിടക്കുന്നത്, ലെഫ്റ്റ് സൈഡിലേക്ക് വന്നിട്ട് മേളിലേക്ക് ഇട്ടാലാണ് നമുക്ക് ഫസ്റ്റ് ഗിയർ വീഴുന്നത്. അപ്പം നിങ്ങളുടെ വാഹനത്തിൻ്റെ ഗിയറിൻ്റെ പ്ലേയെക്കുറിച്ചും ന്യൂട്രലിനെക്കുറിച്ചും നിങ്ങൾ കൃത്യമായിട്ടും ഒരു ബോധം നിങ്ങൾക്കുണ്ടായിരിക്കണം. ഇപ്പം ഞാൻ
പറയുകയാണെങ്കിൽ ഇവിടെ സെൻറ്റർ ന്യൂട്രലാണ്. അപ്പോൾ ഈ സെൻറ്റർ ന്യൂട്രൽ ആകുമ്പോൾ നമുക്കിവിടെ 3 ഗിയറുകൾ താഴെയുണ്ട്. അത് ഏതൊക്കെയാണ്? ഇവിടെ സെക്കൻഡ്, ഇവിടെ ഫോർത്ത്, ഇവിടെ റിവേഴ്സ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ന്യൂട്രലും കഴിഞ്ഞ് മേളിൽ 3 ഗിയറുണ്ട്. ഫസ്റ്റ്, തേർഡ്, 5ാമത്തെ ഗിയർ. അപ്പോൾ 3 ഗിയർ മേളിലുണ്ട്, സെൻട്രലായിട്ട് ന്യൂട്രലുണ്ട്. അപ്പോൾ സെൻട്രൽ ന്യൂട്രലിൻ്റെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇത്രയും സെൻറ്ററായിട്ട് വരുന്ന ഇതെന്താണ്? ഇത് പ്ലേ ആണ്. പ്ലേ എന്ന് പറഞ്ഞാൽ ഇവിടെ ഗിയറില്ല. അപ്പോൾ ഈ പ്ലേയും കഴിഞ്ഞ് ഞാനിത് ഇച്ചിരി കൂടെ ഇങ്ങോട്ട് തള്ളുമ്പോൾ ആണ് നമുക്ക് ഫസ്റ്റ് ഗിയർ വീഴുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ മാക്സിമം ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് മേളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഗിയർ വീഴും. അപ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഫസ്റ്റ് ഗിയർ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ നോക്കുക, ഈ ഗിയർ ലിവറിന് ചെറിയൊരു പ്ലേ ഉണ്ട്. ഇതെല്ലാ വാഹനങ്ങൾക്കും ചെറിയ രീതിയിൽ കാണും. ഇതുകൊണ്ട് ഇത്ര ഒരു പ്ലേ ഉണ്ട്. അപ്പം ഈ പ്ലേ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം സെക്കൻഡ് ഇടാൻ. അപ്പം നമ്മൾ ഈ പ്ലേ മനസ്സിലാക്കിയിട്ട് ഇവിടുന്ന് നേരെ ഇങ്ങനെ അങ്ങ് വലിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഫോർത്ത് ഗിയറിലേക്ക് വീഴും. കണ്ടോ, ഫോർത്ത് ഗിയറിലേക്ക് വീഴും. അപ്പം നമ്മൾ ഫസ്റ്റ് ഇടുന്ന സമയത്ത്, ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് ഇടുന്ന സമയത്ത് ഈ പ്ലേ മനസ്സിലാക്കിയിട്ട് ലെഫ്റ്റ് ഇങ്ങനെ ചേർത്ത് പിടിക്കുക. ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ പ്ലേ നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നു, ഇങ്ങോട്ട് ചേർത്ത് പിടിക്കുന്നു, എന്നിട്ട് നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. എന്നിട്ട് ഗിയർ ലിവറിൽ നിന്ന് കൈ എടുത്തപ്പോൾ നിങ്ങൾ നോക്കി, ഇവിടുന്ന് ഗിയർ ഇങ്ങോട്ടൊന്ന് തട്ടി. അപ്പോൾ ഇങ്ങോട്ടാണ് ലിവർ വീണ് കിടക്കുന്നത്. പക്ഷേങ്കിൽ ഇവിടെ സെക്കൻഡ് ഗിയറിൽ നോക്കിക്കേ, ചെറിയ ലിവറിന് ഒരു അനക്കമുണ്ട്, ഒരു പ്ലേ ഉണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ തേർഡ് ഇടാൻ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ വലിച്ചിടാനായിട്ട് നോക്കരുത്, ഇങ്ങോട്ട് തന്നെ ചേർത്ത് പിടിക്കുക. ഫസ്റ്റ് ന്യൂട്രൽ പോയിന്റ് വരിക. എന്നിട്ട് ലിവർ ഒന്ന് അയച്ചു കൊടുക്കുന്ന സമയത്ത് ലിവർ സെൻറ്റർ വരും. സെൻറ്റർ വരുമ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ ഒരു പ്ലേ ഉണ്ടല്ലോ. അപ്പോൾ ലിവർ സെൻറ്റർ ആണെന്ന് ഉറപ്പാക്കിയിട്ട് മേളിലേക്ക് ഇങ്ങോട്ട് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് തേർഡ് ഗിയർ പ്രോപ്പറായിട്ട് വീണിട്ടുണ്ട്. ഇനി ഫോർത്തിലേക്ക് ഇടുന്ന സമയത്തോ നിങ്ങൾക്ക് തേർഡ് ഗിയറിൽ ഒരു പ്ലേ ഉണ്ട്. ആ പ്ലേ മനസ്സിലാക്കിയിട്ട് സെൻറ്ററിലാക്കിയിട്ട് ന്യൂട്രൽ വരുന്നു. ഇവിടുന്ന് ലിവർ സെൻറ്റർ ആണെങ്കിൽ ഫോർത്തിലേക്ക് ഇടുക. അപ്പോൾ തേർഡും ഫോർത്തും ഇടാൻ എളുപ്പമാണ്. ജസ്റ്റ് താഴോട്ടിട്ടാൽ ന്യൂട്രൽ വരും, സെൻറ്റർ പോയിന്റിലും വരും. അതായത് ലിവർ ഇങ്ങോട്ടും വീഴത്തില്ല, ഇങ്ങോട്ടും വീഴത്തില്ല, ഈ സെൻറ്റർ പോയിന്റിലാണ്. അപ്പോൾ ഇവിടുന്ന് നേരെ താഴോട്ടിട്ടാൽ നമുക്ക് ഫോർത്ത് ഇടാം. ഇനി ഫിഫ്ത്തിലേക്ക് ഇടണമെന്നുണ്ടെങ്കിലോ ജസ്റ്റ് മേളിലേക്ക് തട്ടി കൊടുക്കുക, ന്യൂട്രൽ പോയിന്റ് വരുന്നു. കണ്ടോ, അപ്പോൾ ഇവിടെ നമുക്ക് ആ പ്ലേ മനസ്സിലാക്കി അതിനുശേഷം റൈറ്റ് മാക്സിമം ചേർത്ത് പിടിക്കുക. അയക്കരുത്, ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കുക. അപ്പോൾ 5ാമത്തെ ഗിയർ വീണു. ഇപ്പോൾ 5ാമത്തെ ഗിയറിൽ ഒരു പ്ലേ ഉണ്ട്. നമുക്ക് തോന്നി ചിലപ്പോൾ ഇത് തേർഡിലാണ് വീണതെന്ന്. പക്ഷേ എങ്കിൽ തേർഡിലല്ല, 5ാമത്തെ ഗിയറിലാണ്. തേർഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിലോ ന്യൂട്രൽ ആക്കിയിട്ട് ഇത് ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇങ്ങനെ ഇടണം. കണ്ടോ, ഈ ഒരു ഭാഗത്താണ് തേർഡ് ഗിയർ ഉള്ളത്. ഇവിടെ എൻ്റെ കയ്യിൽ ഈ വിരൽ നോക്കുക, ഇവിടെയാണ് തേർഡ് കിടക്കുന്നത്. ഇനി ഫിഫ്ത്തിലേക്ക് പോവാണ്. ഇവിടെയാണ് ഫിഫ്ത്ത് കിടക്കുന്നത്. കണ്ടോ, ഇവിടെ ഫിഫ്ത്ത്, ഇവിടെ തേർഡ്. ഇനി തേർഡിലേക്ക് ഇടാം. കണ്ടോ, എൻ്റെ കൈയുടെ വിരൽ നോക്കിയേ, ഇവിടെ തേർഡ്, ഇവിടെ ഫിഫ്ത്ത്. കണ്ടോ, ഇവിടെയാണ് 5ാമത്തെ ഗിയർ കിടക്കുന്നത്. അപ്പം നമ്മൾ ഈ ലിവർ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സൈഡ് മാക്സിമം ചേർന്നാണ് കിടക്കുന്നത്. ഇനി നമുക്ക് റിവേഴ്സ് പോകണമെന്നുണ്ടെങ്കിൽ ന്യൂട്രാക്കുക, റൈറ്റ് ചേർക്കുക, റിവേഴ്സ് ഗിയറിലേക്ക് ഇടുക. അപ്പം ഇങ്ങനെ നിങ്ങൾ ഗിയറിനെ കുറിച്ച് പൂർണ്ണമായിട്ടും ഗിയറിൻ്റെ പ്ലേയെക്കുറിച്ച് മനസ്സിലാക്കുക. ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മാരുതി 800-ലുള്ള ഗിയർ ലിവറിൻ്റെ പ്ലേ എന്ന് പറഞ്ഞാൽ നല്ല പ്ലേ ആണ്. ഞാൻ സൈഡിൽ നിങ്ങളെ കാണിക്കുക. അതായത് നമ്മൾ അത് അനക്കുന്ന സമയത്ത്, ലെഫ്റ്റോ റൈറ്റോ അനക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള പ്ലേ ഉണ്ട്. ആ പ്ലേ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഗിയർ ഇടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഗിയറിനെ കുറിച്ചുള്ള ഒരു ഐഡിയ നിങ്ങളുടെ മൈൻഡിലുള്ളത് കൊണ്ട് തന്നെ ഓരോ ഗിയർ ഇടുമ്പോൾ ഇത്ര പ്ലേ ഉണ്ട്, ഇത്ര അങ്ങോട്ട് ചേരണമെന്ന് നമുക്ക് അത് മനസ്സിലാക്കാനും പെട്ടെന്ന് നമ്മുടെ കൈ അത് സെൻസ് ചെയ്യുകയും ഗിയർ ഇടുന്ന സമയത്ത് നമുക്ക് തെറ്റാതിരിക്കാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റിയറിങ്ങിനെ കുറിച്ചും ഇതുപോലെ ചെറിയ പ്ലേ ഉണ്ട്, അത് മനസ്സിലാക്കുക. സ്റ്റിയറിംഗ് ലോക്ക് ഇതാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് സ്റ്റിയറിങ്ങിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള ഒരു ഐഡിയ ആണ് ലഭിക്കുന്നത്. സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ നമ്മൾ എത്ര തിരിച്ചാൽ മതി, നമ്മൾ സ്പീഡിൽ ഓടിക്കുന്ന സമയത്ത് സ്പീഡ് കുറച്ച് ഓടിച്ചാലേ സ്റ്റിയറിംഗ് കൺട്രോൾ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ മൈൻഡിൽ കൃത്യമായിട്ട് ഒന്ന് ഓർത്ത് വെച്ചൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കിയേ, നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോളും ഗിയർ ഷിഫ്റ്റിങ്ങും ഏറ്റവും വേഗത്തിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.